പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ചിന്താവചനം ലൂക്കാസ് സുവിശേഷത്തിലെ 16-ാം അധ്യായത്തിൽ നാം വായിച്ചു കേൾക്കുന്ന ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയാണ്. നീതിരഹിതനായ ഒരു കാര്യസ്ഥൻ്റെ മറ്റൊരു ഉപമ യേശു പറഞ്ഞപ്പോൾ അത് കേട്ടുനിന്ന ഫരീസിയർ യേശുവിനെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. സമ്പന്നരെയും സമൂഹത്തിലെ ഉന്നതരെയും മാത്രം തങ്ങളോട് ചേർത്ത് നിർത്തിയിരുന്ന ഫരീസ്യരെയും നിയമജ്ഞരെയും ഉദ്ദേശിച്ചാണ് യേശു ഈ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ പിന്നീട് പറഞ്ഞത്. അവിശ്വസ്തരായ കാര്യസ്ഥരും ദരിദ്രരെ അവഗണിച്ച് സ്വന്തം സൗകര്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് ജീവിക്കുന്ന ധനികരും ഇന്നും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണല്ലോ. ലൗകിക ആഡംബരങ്ങളും സമൃദ്ധമായ ഭോജന സൽക്കാരങ്ങളും അനുഭവിക്കുന്ന അക്കൂട്ടർക്ക് ഈ ലോക ജീവിതത്തിൽ തന്നെ ആശ്വാസം ലഭിച്ചവരാണ്. എന്നാൽ അതിദാരിദ്ര്യത്തിൻ്റെ നീറുന്ന അവസ്ഥയിൽ കഴിയുന്ന പാവപ്പെട്ടവരെയും സഹായിക്കണമെന്ന ധാർമ്മിക ഉത്തരവാദിത്വം ധനവാന്മാർ ഏറ്റെടുക്കണമെന്ന പ്രബോധനമാണ് ഈ ഉപമയിലൂടെ യേശു ജനക്കൂട്ടത്തോട് പ്രഘോഷിക്കുന്നത്. ഈ ഉപമയിലെ ദരിദ്രനായ ലാസർ ധനവാന്റെ മേശയിൽ നിന്നും വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്ന് ജീവിക്കുന്ന ഒരു രോഗിയാണ്. അയാൾ സദാ ധനവാന്റെ പടിവാതിക്കൽ കാരുണ്യത്തിനായി കാത്തുകിടന്നിരുന്നു. ദരിദ്രനായ ലാസർ മരിച്ച് സ്വർഗത്തിൽ പിതാവായ അബ്രഹാമിൻ്റെ മടിയിലേക്ക് ആനയിക്കപ്പെടുന്നു. താമസിയാതെ ആ ധനവാനും മരിക്കുന്നു. എന്നാൽ ധനവാൻ എത്തിച്ചേരുന്നത് എരിയുന്ന തീക്കുണ്ടങ്ങളുടെ നരകത്തിലാണ്. ധനവാൻ അവിടെ നിന്ന് നോക്കുമ്പോൾ ദൂരെ അബ്രഹാമിൻ്റെ ചാരെ ആശ്വാസത്തോടെ കഴിയുന്ന ലാസറിനെയാണ്. ധനവാൻ അബ്രഹാത്തോട് യാചിക്കുന്നു ലാസറിനെ തൻ്റെ അടുക്കിലേക്ക് ഒരിറ്റാശ്വാസത്തിനായി പറഞ്ഞയക്കാൻ. ഇവിടെ അബ്രഹാമും ലാസറും ആശ്വസിക്കുന്ന സ്വർഗത്തിനും ധനവാൻ കിടക്കുന്ന നരകത്തിനും ഇടയിൽ വലിയൊരു ഗർത്തമുള്ളതിനാൽ ആർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനാവില്ല എന്ന കാര്യം അബ്രഹാം ധനവാനെ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതകാലത്ത് ഇതേ ഗർത്തമാണ് ധനവാൻ തൻ്റെ പടിവാതിലിൽ പട്ടിണിയിലും രോഗത്തിലും കഴിഞ്ഞിരുന്ന ലാസറിൻ്റെ ഇടയിലും സൃഷ്ടിച്ചിരുന്നത്. ധനവാൻ സൃഷ്ടിച്ചിരുന്ന ആഘാത ഗർത്തം അവരെ തമ്മിൽ ഒരിക്കലും അടുപ്പിച്ചിരുന്നില്ല. ഇത്തരം ഉച്ചനീചത്വങ്ങളുടെ ഗർത്തങ്ങളിൽ കാരുണ്യത്തിൻ്റെ പാലങ്ങൾ പണിത് പരസ്നേഹത്തിൻ്റെ ദാഹജലവുമായി അവരുടെ അടുത്തേക്ക് ചെല്ലണമെന്നാണ് യേശു നൽകുന്ന സുവിശേഷം. പ്രിയപ്പെട്ടവരെ, ഈ ജീവൻ്റെ സുവിശേഷത്തിനായി സദാ നമ്മൾക്ക് കാതോർക്കാം. യേശു നമ്മെ അനുഗ്രഹിക്കും. ആമേൻ.